എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിനീസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമുക്കൊരു നാടൻ അയില കറി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് അയില മീൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മല്ലി മുളക് അരച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 6-7 മുളക് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മല്ലി മുളകെല്ലാം നന്നായിട്ട് വറുത്തെടുക്കണം. നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം മുളകും മല്ലിയും എല്ലാം ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉലുവയും കൂടെ ചേർത്ത് നല്ലപോലെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നവരെ നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മൂത്ത മണമെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ എടുത്തത് 1 കപ്പ് തേങ്ങയാണ്. ഇതിപ്പോൾ നമ്മൾ വറുത്ത് വെച്ച മല്ലിയും മുളകും, ഇത് ഒരു 6-7 ചെറിയ ഉള്ളിയുടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയൊരു പീസ് സവാളയാണ്, കുറച്ച് ഇഞ്ചി വേണം, കറിവേപ്പില, ഒരു 2-3 പച്ചമുളക്. നമുക്കിനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞതാണ്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ആയ ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഫിഷ് മസാലയാണ്. ഒരു ടീസ്പൂൺ ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. നമുക്കതുകൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, കരിഞ്ഞു പോകരുത്. നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് വെന്ത് വരുമ്പം നമുക്ക് അടുത്തതായിട്ട് പുളി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇപ്പോൾ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പുളി ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തത് കുടംപുളിയാണ്. നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഒരു 4 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. നമുക്ക് കുടംപുളിക്ക് പകരം വാളംപുളി എടുക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നമുക്കിനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിനി നല്ലപോലെ ഒന്ന് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമ്മൾ ഉപ്പ് ആവശ്യത്തിനൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇത് കറി ഇരുന്ന് കഴിയുമ്പോഴാണ് അതിന് ശരിക്കും ടേസ്റ്റ് വരിക. അപ്പം രാവിലെ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ലഞ്ചിന് ടൈം ആകുമ്പോഴേക്കും നമ്മുടെ കറിയിൽ മീനിലെല്ലാം പുളിയെല്ലാം പിടിച്ചു വരും. ഇനി നമുക്ക് മീൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ സ്പൂണിട്ട് അധികം ഇളക്കി കൊടുക്കരുത്, മീനെല്ലാം ഉടഞ്ഞു പോവും. ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്യണം, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കറി നമുക്ക്
എടുക്കാം. അപ്പോൾ തണുത്ത് വരുമ്പോൾ അത് തിക്കായിട്ട് വരും. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ഒരു ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കുറച്ച് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് നേരത്തെ സവാള ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കടുകും പൊട്ടിച്ച് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ആഡ് ചെയ്ത് നമുക്കതൊന്ന് വഴറ്റിയിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. പിന്നെ ഈ എണ്ണയിലിരുന്ന് നന്നായിട്ട് മൂക്കുമ്പം നമ്മുടെ മുളക് പൊടി അതിനൊരു പ്രത്യേക മണമുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മുടെ കറിയിലേക്ക് കിട്ടും, നല്ലൊരു കളറും കിട്ടും. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. വളരെ നാടൻ കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.